സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കി മാറ്റുന്ന ബില്ല് പാസാക്കി ലോക്സഭ. സഭ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബില്ല് പാസാക്കിയത്. സംസ്ഥാന താൽപര്യം ബലികഴിച്ച് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറി. ലോക്സഭയിൽ ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലായി കേരളത്തിന്റെ പേര് മാറ്റുന്നതിനുള്ള സുപ്രധാന ബില്ല് മാറി. സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തെക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കാണ് UDF LDF എംപിമാർ പ്രാധാന്യം നൽകുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ബീഹാറിലെയും അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെ എംപിമാർ പലപ്പോഴും സംസ്ഥാന താൽപര്യത്തിനായി നിലകൊള്ളുമ്പോഴാണ് കേരളത്തിലെ എംപിമാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സമീപനമുണ്ടായത്. സഭയിലെ ബഹളത്തെ തുടർന്ന് ചർച്ച കൂടാതെയാണ് കേരളത്തിന്റെ പേരുമാറ്റത്തെക്കുറിച്ചുള്ള ബില്ല് ലോക്സഭ പാസാക്കിയത്. जो सदस्य विरोध में है वो ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ. ലോക്സഭയിൽ കേരളത്തിനായി മാത്രം ചർച്ച ചെയ്യാൻ കിട്ടിയ സുവർണാവസരം നഷ്ടമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസാക്കുകയും പേരുമാറ്റം ഔദ്യോഗികമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുകയുമായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന സർക്കാർ നടപടിയെ പിന്തുണച്ച് പേരുമാറ്റം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കേരളത്തിന്റെ പൊതു താൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കാമെന്ന സന്ദേശം ഇതിലൂടെ BJP നൽകി. എന്നാൽ ലോക്സഭയിലെ LDF UDF എംപിമാരുടെ സമീപനം കേരളത്തിന്റെ പൊതു താൽപര്യത്തോടൊപ്പമോ കേരളത്തിന് വേണ്ടിയോ അവർ നിലകൊള്ളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ജനം, ഡൽഹി.